ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു വൊക്കാസ്പീഡിയ. 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ, 15th ഫിനാൻസ് കമ്മീഷൻ സെൻട്രൽ ടാക്സ് പൂളിൽ നിന്നും, അതായത് ഡിവിസിബിൾ പൂളിൽ നിന്നും 41% സംസ്ഥാനങ്ങൾക്കായിട്ട് വകയിരുത്തിയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ വേർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഡിവിസിബിൾ പൂളിൽ നിന്നും സംസ്ഥാനങ്ങൾക്കായിട്ട് വകമാറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട സെൻട്രൽ ടാക്സ് റവന്യൂവിനെ വിളിക്കുന്ന പേരാണ്, മീൻസ് ആ ടാക്സ് ഡെവല്യൂഷനെ വിളിക്കുന്ന പേരാണ് വേർട്ടിക്കൽ ഡെവല്യൂഷൻ. അത് 15th ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് 41%. ഇനി ഈ 41% ടാക്സ് റവന്യൂ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട, സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട 41% എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കുമായിട്ട്, ഓരോ സംസ്ഥാനങ്ങളുടെയും ഇൻഡിവിജ്വൽ ഷെയർ എത്ര ആണ് എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടി, അതായത് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ നമ്മൾ പറയും. ഓരോ സംസ്ഥാനങ്ങളുടെ, അതായത് ടോട്ടൽ ഷെയർ 41% ആണ്. ടോട്ടൽ ഷെയർ സംസ്ഥാനങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടെ ഷെയർ 41%. ഈ 41% എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്കിടയിൽ വീതം വെച്ചിരിക്കുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. ഹൊറിസോണ്ടൽ ഡെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് 15th ഫിനാൻസ് കമ്മീഷൻ ചില മാനദണ്ഡങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ്, ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ നടത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് കേരളത്തിൻ്റെത് ഈ 41%ൻ്റെ 1.925% കേരളത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത്. എന്താണ് ഈ 41%ൻ്റെ 41% ഒരു തുകയാണല്ലോ. ആ തുകയുടെ, ആ ഹോൾ തുകയുടെ 1.925%ആണെന്ത് 15th ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, എന്തൊക്കെ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിന് ഇപ്പോൾ 1.925% എന്നുള്ള ടാക്സ് ഷെയർ നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് കേരളത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ടാക്സ് ഡിവോൾവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ വേർട്ടിക്കൽ ഡെവല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. ഇനി ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ്റെ ക്രൈറ്റീരിയ ആണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതിപ്പം 14th ഫിനാൻസ് കമ്മീഷൻ, 15th ഫിനാൻസ് കമ്മീഷൻ ഒരു ഇൻ്ററിം പീരീഡിലേക്ക് ഒരു റെക്കമെൻഡേഷൻ വെച്ചിരുന്നു. സോ അതുകൊണ്ട് പിന്നുള്ള അവരുടെ ലോങ് ടേം ആയിട്ടുള്ളതാണ് 2021 തൊട്ട് 26 വരെ, 2021 തൊട്ട് 26 വരെയുള്ള ഇപ്പോഴും സ്റ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഈ റെക്കമെൻഡേഷൻസ് ആണ് നമ്മളിപ്പോൾ നിലവിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊത്തത്തിൽ എത്ര ക്രൈറ്റീരിയ ഉണ്ട്. 1, 2, 3, 4, 5, 6 ക്രൈറ്റീരിയ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇൻകം ഡിസ്റ്റൻസ് എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഏരിയ എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്, പോപ്പുലേഷൻ 1971 നോ മോറെ ക്രൈറ്റീരിയ. 15th ഫിനാൻസ് കമ്മീഷൻ പോപ്പുലേഷൻ 1971 സെൻസസ് പ്രകാരമുള്ള പോപ്പുലേഷൻ എന്തായിട്ട് എടുക്കുന്നില്ല, ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നില്ല. മറിച്ച് 2011 പോപ്പുലേഷൻ ആണെന്ത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിരിക്കുന്നത്. അടുത്തത് ഏതാണ്? ഡെമോഗ്രാഫിക് പെർഫോമൻസ് ഒരു ക്രൈറ്റീരിയ ആണ്. സോ പറയാം. ഇനി അടുത്ത ഫോറസ്റ്റ് കവർ 15th ഫിനാൻസ് കമ്മീഷൻ ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടില്ല. മറിച്ച് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി ആണെന്ത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫോറസ്റ്റ് ആൻഡ് എക്കോളജി ആണെന്ത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി ടാക്സ് എഫേർട്സ്, ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സ്. ഓക്കെ, ഇതിൽ മൊത്തം 6 ക്രൈറ്റീരിയ ആണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. 6 ക്രൈറ്റീരിയ ആണ് കണ്ടത്. PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. 6 ക്രൈറ്റീരിയസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇതിൽ 2 ക്രൈറ്റീരിയ സാധാരണ ഈ ഡിവിസിബിൾ പൂളിൽ നിന്ന് വേർട്ടിക്കൽ ഡെവല്യൂഷൻ പ്രകാരമുള്ള 41% വിഹിതം വെക്കുമ്പം പിന്നോക്കാവസ്ഥയിലുള്ള സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ കിട്ടുന്നത്, കൂടുതൽ വിഹിതം കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ജനസംഖ്യയുടെ ബാധ്യതയുള്ള സംസ്ഥാനങ്ങൾക്ക്, ഹൈ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനങ്ങൾക്ക് എന്തിന് അർഹതയുണ്ട്, കൂടുതൽ വിഹിതം കിട്ടാനുള്ള അർഹതയുണ്ട്. അതുപോലെ തന്നെ ഇൻകം ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ആളോഹരി വരുമാനത്തിൽ ഏറ്റവും ആളോഹരി വരുമാനമുള്ള സംസ്ഥാനത്തിൽ നിന്നും പിന്നോക്കാവസ്ഥയിലുള്ള സംസ്ഥാനത്തിനായിരിക്കും എന്ത് കിട്ടുന്നത്, കൂടുതൽ ഷെയർ, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ടാക്സ് ഡിവോൾവ് ചെയ്ത് കൂടുതൽ തുക കിട്ടുന്ന ആർക്കായിരിക്കും, അവിടെയും പിന്നോക്കാവസ്ഥയാണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനങ്ങൾ, പോപ്പുലേഷൻ നിയന്ത്രണം നടത്താൻ സാധിക്കാതെ പോവുകയും 2011 സെൻസസിൽ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് എന്ത് കിട്ടും, ടാക്സ് ഷെയർ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഇൻകം ഡിസ്റ്റൻസിൽ കൂടുതൽ
ഇൻകം ഡിസ്റ്റൻസിൽ ആ ഡിസ്പാരിറ്റി കൂടുതലുള്ള, അതായത് ഒരു ഹൈ ഇൻകം പോപ്പുലേഷൻ മീൻസ് ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സ്റ്റേറ്റിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ലോ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സ്റ്റേറ്റിനായിരിക്കും എന്ത് കിട്ടുന്നത്, ആ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് ഷെയർ കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് കുറഞ്ഞ സ്റ്റേറ്റിനെ അല്ലേ ഇവിടെ നോക്കുന്നത് കൂടുതൽ ഷെയർ കൊടുക്കാൻ വേണ്ടി, അത് ഇൻകം ഡിസ്റ്റൻസ് അതല്ലേ. പോപ്പുലേഷൻ്റെ കേസിലും പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയ സംസ്ഥാനങ്ങൾക്കല്ലേ കൂടുതൽ വീതം കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഫോറസ്റ്റ് ആൻഡ് എക്കോളജി എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയിൽ നാച്ചുറലി ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് പ്രിസർവ് ചെയ്യുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ഫോറസ്റ്റ് ഷെയറിൽ തിക്ക് ഫോറസ്റ്റ് ഷെയർ എടുത്തിട്ട് ഫോറസ്റ്റ് ആൻഡ് എക്കോളജിയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്, കൂടുതൽ ഡിവിഡൻഡ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി ഏരിയ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡീലിമിറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള ഭൂവിസ്തൃതി എന്ന് പറയുന്നത് അത് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഓരോ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ വിസ്തീർണം കൂടിയ സംസ്ഥാനങ്ങൾക്ക് എന്ത് കിട്ടും, വിസ്തീർണം കൂടിയ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ടാക്സ് ഡിവോൾവ് ചെയ്ത് കിട്ടും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട 4 ക്രൈറ്റീരിയാസ് ഔട്ട് ഓഫ് 6, 6ൽ 4 ക്രൈറ്റീരിയാസും ഒന്നുകിൽ നാച്ചുറലായിട്ട് ഉള്ള ഫോറസ്റ്റ് കവർ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വിസ്തീർണം, പിന്നെ പോപ്പുലേഷൻ്റെ കേസിൽ പോപ്പുലേഷന് നിയന്ത്രണം നടത്താൻ പറ്റാത്ത സംസ്ഥാനങ്ങൾ, ഇനി ഇൻകം ഡിസ്റ്റൻസിൻ്റെ കേസിൽ പിന്നോക്കാവസ്ഥയിലുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ, സദേൺ സ്റ്റേറ്റ്സ് എസ്പെഷ്യലി നമ്മൾ കേരള ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, കേരളത്തിലെ പോപ്പുലേഷൻ നിയന്ത്രണം വളരെ മുമ്പ് തന്നെ, അതായത് ഈ പറയുന്നത് പോലെ നമ്മുടെ എന്താ പറയണ്ടേ, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പറയും ഉയർന്ന ജീവിത നിലവാരം അല്ലേ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലേറെ മുന്നേ പോകാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം വളരെ മുന്നേ തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ജനസംഖ്യ കുറയുകയും ഫെർട്ടിലിറ്റി റേറ്റ് കുറയുകയും ചെയ്ത സംസ്ഥാനമല്ലേ കേരളം. അപ്പോൾ പോപ്പുലേഷൻ മാനദണ്ഡമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞ കേരളം പോലൊരു സംസ്ഥാനം ഡിസഡ്വാൻറ്റേജിലാവത്തില്ലേ? കേരളത്തിൻ്റെ സമാനമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത സംസ്ഥാനങ്ങളെല്ലാം ഡിസഡ്വാൻറ്റേജിൽ പോവില്ലേ? അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളെ ഈ എഫിഷ്യൻസിയുടെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, പണിഷ് ചെയ്യാൻ പാടില്ല. എഫിഷ്യൻസി കാണിച്ചു എന്നുള്ള പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, പണിഷ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ക്രൈറ്റീരിയ ആണെന്ത്, ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്നുള്ളത്. എന്താണ് ഡെമോഗ്രാഫിക് പെർഫോമൻസ്? എന്താണ് അവിടെ വാല്യൂ ചെയ്യുന്നത്? ഡെമോഗ്രാഫിക് പെർഫോമൻസ് വാല്യൂ ചെയ്യുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്കോർ നൽകുകയാണ് ചെയ്യുന്നത്. എന്താണ്, ഫെർട്ടിലിറ്റി കുറയ്ക്കാൻ സാധിച്ച സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്കോർ. കാരണം പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്കോർ നേടുന്ന സംസ്ഥാനങ്ങളുടെ ആ എഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെമോഗ്രാഫിക് പെർഫോമൻസിൽ ഫെർട്ടിലിറ്റി കുറച്ച് ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്കും എന്ത് നൽകണം, റിവാർഡ് നൽകണം. അതുകൊണ്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്രൈറ്റീരിയ ആണെന്ത്, 15th ഫിനാൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണെന്ത്, ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്നുള്ളത്. നിങ്ങൾക്ക് ഐഡിയ പിടിയിട്ടോ കൺസെപ്റ്റ് പിടിയിട്ടോ എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിൽ പിന്നോക്കാവസ്ഥയിലുള്ള സംസ്ഥാനങ്ങൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് നേടുകയാണ്. അപ്പോൾ വാട്ട് അബൌട്ട് ഫിസ്ക്കൽ പ്രൂഡൻസ്, വാട്ട് അബൌട്ട് അഡിയറിംഗ് ടു FRBM ആക്ട്, വാട്ട് അബൌട്ട് ബെറ്റർ ഫിസ്ക്കൽ മാനേജ്മെന്റ്? ഇത് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പിന്നോക്കം പോകാൻ പാടുണ്ടോ? പോകാൻ പാടില്ല. അപ്പോൾ ഡെമോഗ്രാഫിക് പെർഫോമൻസ് എഫിഷ്യൻസി കൂടിയ സംസ്ഥാനങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എഫിഷ്യൻസി കാണിച്ച സംസ്ഥാനങ്ങളെ ഈ റിവാർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ ഫിസ്ക്കൽ മാനേജ്മെന്റിലും ഇതുപോലെ പിന്നോക്കാവസ്ഥയെ പോയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നല്ല ഗവേണൻസ് വഴി, നല്ല ഫിസ്ക്കൽ മാനേജ്മെന്റ് വഴി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളെ റിവാർഡ് ചെയ്യാൻ വേണ്ടിയാണെന്ത്, ഏത് ക്രൈറ്റീരിയ, ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സ് എന്നുള്ള ക്രൈറ്റീരിയ. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നോട്ടാണിത്. നിങ്ങളിത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഡെമോഗ്രാഫിക് പെർഫോമൻസിൽ എടുത്ത് പറയുന്നുണ്ട്. എന്താ എടുത്ത് പറയുന്നത്? ദ ഡെമോഗ്രാഫിക് പെർഫോമൻസ് ക്രൈറ്റീരിയ ഹാസ് ബീൻ യൂസ്ഡ് എന്തിനു വേണ്ടി? ടു റിവാർഡ് എഫേർട്സ് മെയ്ഡ് ബൈ സ്റ്റേറ്റ്സ് ഇൻ കൺട്രോളിംഗ് ദെയർ പോപ്പുലേഷൻ. So, states with a low fertility ratio will be scored higher on this criteria. Okay, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡെവല്യൂഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഹൈ സ്കോർ നേടുന്ന സംസ്ഥാനങ്ങൾക്കാണ്. സോ ഇതെല്ലാം പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് കിട്ടും? ഇൻകം ഡിസ്റ്റൻസിൽ സ്കോർ കൂടുതൽ കിട്ടുന്ന ആർക്കായിരിക്കും? ഇൻകം ഡിസ്റ്റൻസിൽ സ്കോർ കൂടുതൽ കിട്ടുന്ന പിന്നോക്കാവസ്ഥയിലുള്ള സംസ്ഥാനത്തിനായിരിക്കും. ഏരിയയുടെ ടേംസിലോ കൂടുതൽ ആൾക്കാരെ കാറ്റർ ചെയ്യേണ്ട, കൂടുതൽ വിസ്തീർണമുള്ള, കൂടുതൽ ഭൂവിസ്തൃതിയുള്ള സംസ്ഥാനത്തിനായിരിക്കും കൂടുതൽ സ്കോർ കിട്ടുന്നത്. പോപ്പുലേഷനിലോ കൂടുതൽ പോപ്പുലേഷൻ കാറ്റർ ചെയ്യപ്പെടേണ്ട സ്റ്റേറ്റിനായിരിക്കും 15% വെയിറ്റേജും അതിന് ആനുപാതികമായിട്ടുള്ള സ്കോറും കിട്ടുന്നത് ആർക്കായിരിക്കും? പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനത്തിനായിരിക്കും. ഇനി ഡെമോഗ്രാഫിക് പെർഫോമൻസിലോ
പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനത്തിനായിരിക്കത്തില്ല. ഫെർട്ടിലിറ്റി റേറ്റ് കുറച്ച സംസ്ഥാനത്തിനായിരിക്കും എന്ത് കിട്ടുന്നത്, സ്കോർ കൂടുതൽ കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഫോറസ്റ്റ് ആൻഡ് എക്കോളജിയുടെ കേസിലോ കൂടുതൽ ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്കോർ കിട്ടും. ഇനി ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സിലോ 2.5% വെയിറ്റേജേ ഉള്ളൂ എങ്കിലും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് ഫിസ്ക്കൽ മാനേജ്മെന്റ്, അതായത് ടാക്സ് ടു GDP റേഷ്യോ ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്കായിരിക്കും എന്ത് കിട്ടുന്നത്, കൂടുതൽ സ്കോർ കിട്ടുന്നത്. അങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്ന സ്റ്റേറ്റ്സിനായിരിക്കും എന്ത്, കൂടുതൽ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, കൂടുതൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഡിവോൾവ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് സെഷനായിട്ട് എടുത്ത സമയത്ത് സ്റ്റേറ്റ്സിന്റെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഷെയർ ആ PDF PPT ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊരു എക്സ്ട്രാ കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, നോട്ട്സ് ഇതിൻ്റെ അകത്തുണ്ട്, വായിച്ചു നോക്കുക, എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് 2011 സെൻസസ് പോപ്പുലേഷൻ, അല്ലേ, 2011 സെൻസസ് ആണ് മാനദണ്ഡമായിട്ട് എടുത്തത് നമുക്കറിയാം. 2011 സെൻസസ് പ്രകാരം 15% വെയിറ്റേജ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഫോർമുല വുഡ് ബൈ ഇറ്റ് സെൽഫ് അഡ്വാൻറ്റേജ് ഹയർ പോപ്പുലേഷൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കാം, ഈ 6 ക്രൈറ്റീരിയാസിൻ്റെയും വെയിറ്റേജ് ചോദിക്കാം. ഇൻകം ഡിസ്റ്റൻസിനാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ളത്, 45%. ഏരിയയ്ക്ക് 15%. 2011 പോപ്പുലേഷന് 15%. ലോവർ ഫെർട്ടിലിറ്റി, ഡെമോഗ്രാഫിക് പെർഫോമൻസിന് ഇനി എനിക്ക് എന്തെന്ന് വിളിക്കാം, ലോവർ ഫെർട്ടിലിറ്റി എന്ന് വിളിക്കാം. ലോവർ ഫെർട്ടിലിറ്റിക്ക് 12.5%. ഫോറസ്റ്റ് ആൻഡ് എക്കോളജിക്ക് 10%. ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സിന് 25%. അപ്പോൾ ഒരു മാക്സിമം സ്കോർ 100 ആണ്. മാക്സിമം സ്കോർ 100 ആണ്. ഈ വെയിറ്റേജ് കൊണ്ട് ഒരു വെയിറ്റഡ് ആവറേജ് ആണ് നോക്കുന്നത്. അതിനെ ഈ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 സ്കോർ കിട്ടുന്ന സ്റ്റേറ്റിനായിരിക്കും മാക്സിമം ഡെവല്യൂഷൻ. 100 സ്കോർ കാണത്തില്ല പലർക്കും, പക്ഷേ അപ്പോൾ സ്കോർ ആണ് നോക്കുന്നത്, ടോട്ടൽ സ്കോർ ആണ് നോക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ടോട്ടൽ സ്കോറിന് മാനദണ്ഡമായിട്ടുള്ളത് ചിലപ്പോൾ പിന്നോക്കാവസ്ഥയായിരിക്കാം, ചിലപ്പോൾ ലീഡിങ് ഫാക്ടർ ആയിരിക്കാം, ചിലപ്പോൾ ലോവർ ഫാക്ടർ ആയിരിക്കാം. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. സ്കോർ മാറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, വെയിറ്റേജ് വെച്ചിട്ടാണ് സ്കോർ മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞിരിക്കുന്നതിനാണ്, ഇൻകം കുറഞ്ഞിരിക്കുന്നതിനാണെങ്കിൽ കുറഞ്ഞ സംസ്ഥാനത്തിന് കൂടുതൽ സ്കോർ കിട്ടും. ഫെർട്ടിലിറ്റി റേറ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞ സംസ്ഥാനത്തിന് കൂടുതൽ സ്കോർ കിട്ടും. പോപ്പുലേഷൻ ആണ് നോക്കുന്നതെങ്കിൽ പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനത്തിന് കൂടുതൽ സ്കോർ കിട്ടും. മനസ്സിലായില്ലയോ? ഇനി ഏരിയ ആണ് നോക്കുന്നതെങ്കിൽ ഏരിയ കൂടിയ സംസ്ഥാനത്തിന് കൂടുതൽ സ്കോർ കിട്ടും. അപ്പോൾ കൂടിയതാണോ കുറഞ്ഞതാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, കൂടിയതാണോ കുറഞ്ഞതാണോ എന്നുള്ളത് നോക്കണം. ഇൻ ദ സെൻസ് ദാറ്റ് മീൻസ് അത് കോണ്ടെക്സ്റ്റലായിട്ട് നോക്കിയാൽ മതി. സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ വഴി ടാക്സ് ഡിവോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താ, 15% വെയിറ്റേജ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഫോർമുലയിൽ പോപ്പുലേഷന് നൽകിയത് വഴി, സെൻസസ് പോപ്പുലേഷന് നൽകിയത് വഴി ആ ഒറ്റ കാരണം കൊണ്ട് ആർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്, ഹയർ പോപ്പുലേഷൻ സ്റ്റേറ്റ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എങ്കിൽ, ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എങ്കിൽ 2 സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് എന്നുള്ള ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാലോ. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായി, ശരിയായി അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കാം, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കേ. ഡെമോഗ്രാഫിക് പെർഫോമൻസ് ക്രൈറ്റീരിയ, അടുത്ത ക്രൈറ്റീരിയ കുറിച്ചാണ് പറയുന്നത്. ഗീവ്സ് ഹയർ സ്കോർസ് ടു ഹൈ ഫെർട്ടിലിറ്റി സ്റ്റേറ്റ്സ്. ആണോ? അല്ല. ജനസംഖ്യ നിയന്ത്രിച്ച ലോ ഫെർട്ടിലിറ്റി സ്റ്റേറ്റ്സിനാണ് എന്ത് കൊടുക്കുന്നത്, ഹൈ സ്കോർ കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ലോ ഫെർട്ടിലിറ്റി സ്റ്റേറ്റ്സിന് ഹൈ സ്കോർ കൊടുക്കുന്നത് വഴി മറ്റേ ബയാസ്, പോപ്പുലേഷൻ ബയാസ് ന്യൂട്രലൈസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു തെറ്റുണ്ട്. ഇവിടെ ലോ ഫെർട്ടിലിറ്റി അതുവഴി റെഡ്യൂസിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നതിന് പകരം ഹൈ ഫെർട്ടിലിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയും. എന്താണ് ഫെർട്ടിലിറ്റി? ആരോഗ്യപൂർണ്ണമായ ഒരു സ്ഥിതി, അവരുടെ പ്രജനന കാലഘട്ടത്തിൽ എത്ര കുഞ്ഞുങ്ങൾക്ക് ആവറേജ് ജന്മം നൽകുന്നു എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി അല്ലേ. അപ്പോൾ ഫെർട്ടിലിറ്റി 1.6 എന്ന് പറഞ്ഞാൽ എന്താണ്, 1.6 കുട്ടികൾക്കാണ്. ഇങ്ങനെ 0.6 ഉണ്ടോ എന്ന് ചോദിക്കരുത്. 2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുട്ടികൾക്ക് വീതം ആവറേജ്. അപ്പോൾ 2 താഴെ പോകാന്ന് പറഞ്ഞാൽ എന്താ, 2 കുട്ടികൾക്ക് തികച്ച് ജന്മം കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം മൊത്തത്തിൽ നോക്കുമ്പോൾ. ഓക്കെ, അതാണ് ഫെർട്ടിലിറ്റി റേറ്റ്, പോപ്പുലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ലേ ഇൻകറക്റ്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇൻകറക്റ്റ് എങ്കിൽ ആൻസർ ഏത് വരും? എ കറക്റ്റ് ആണ്, അത് എലിമിനേറ്റ് ചെയ്തു. രണ്ടും ശരിയാണെന്നുള്ള സി എലിമിനേറ്റ് ചെയ്തു. സോ ആൻസർ ഏതാണ്? ബി. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2 ഓൺലി തെറ്റാണ്. ഓപ്ഷൻ ബി 2 ഓൺലി തെറ്റാണ്. അപ്പം ഇതിൽ 2 എണ്ണമാണ് നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഡെമോഗ്രാഫിക് പെർഫോമൻസും അതുപോലെ തന്നെ ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സും എടുത്ത് പഠിക്കുന്നു. എന്തുകൊണ്ട്?
പെർഫോമൻസ് കാഴ്ചവെച്ചു, എഫിഷ്യൻസി കാഴ്ചവെച്ചു എന്നുള്ള കാരണം കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം കുറഞ്ഞു പോകരുത്. പോപ്പുലേഷൻ്റെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഒരു ബയാസ് സംഭവിക്കരുത്. അപ്പോൾ ആ ബയാസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പോപ്പുലേഷന് 15% വെയിറ്റേജ് കൊടുക്കുമ്പോൾ 12% വെയിറ്റേജ് ലോ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് പെർഫോമൻസിന് കൊടുക്കുന്നു. ഇൻകം ഡിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുമാനം കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് 45% വെയിറ്റേജ് കൊടുക്കുമ്പോൾ ഒരു 2.5% വെയിറ്റേജ് എങ്കിലും എന്തിനു കൊടുക്കണം? ഈ പറയുന്ന പോലെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങൾ ടാക്സ് കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പെർ ക്യാപിറ്റയാണ് എല്ലായിടത്തും നോക്കുന്നത്. ഇൻകം ഡിസ്റ്റൻസിലും പെർ ക്യാപിറ്റയാണ് നോക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ പെർ ക്യാപിറ്റ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടാക്സ് റവന്യൂവിനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പെർ ക്യാപിറ്റ ടാക്സ് റവന്യൂ ഹോൾ ഡിവൈഡഡ് ബൈ പെർ ക്യാപിറ്റ GSDP ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ ആണെന്ത്? ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതാണ് സ്കോറിങ്ങിന് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പം ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടോട്ടൽ GSDP ഇൻകമാണ്. GSDP മീൻസ് സിംപ്ലി ഇൻകത്തിൽ നിന്നും എത്ര രൂപ നികുതിയായിട്ട് സർക്കാരിന് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഇൻകം ഉള്ള സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ കുറഞ്ഞ ഇൻകം ഉള്ള സ്റ്റേറ്റ്സ് എന്നുള്ളതിനാണോ പ്രസക്തി? ഇവിടെ പ്രസക്തി എത്ര ടാക്സ് കളക്ട് ചെയ്യുന്നു എന്നുള്ളതിനല്ലേ പ്രസക്തി. ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വായിച്ച ടാക്സ് എഫേർട്സ് റിവാർഡ് സ്റ്റേറ്റ്സ് ദാറ്റ് കളക്ട് മോർ ഓഫ് ദെയർ ഓൺ ടാക്സസ് ടു ദ സൈസ് ഓഫ് ദ എക്കണോമി. സൈസ് ഓഫ് ദ എക്കണോമി എന്ന് പറഞ്ഞാൽ അവരുടെ GSDP. ഓക്കെ, ഫോർമുല ഇതിനായിട്ട് ഉപയോഗിച്ച കാലഘട്ടം, ഈ ഫിനാൻസ് കമ്മീഷൻ ഉപയോഗിച്ച കാലഘട്ടം 3 വർഷമാണ്, 3 ഫിനാൻഷ്യൽ ഇയർ ആണ്. 16-17 തൊട്ട് 18-19 വരെയുള്ള 3 സാമ്പത്തിക വർഷമാണ് ആവറേജ് ആയിട്ട് എടുത്തത്. അതായത് ഈ വാല്യൂ കിട്ടുന്നത് ഈ 3 വർഷത്തെ ആവറേജും, ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്ന പെർ ക്യാപിറ്റ GSDP ഈ 3 വർഷത്തെ പെർ ക്യാപിറ്റ GSDPയുടെ ആവറേജും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹയർ വാല്യൂ കിട്ടിയാൽ ഹയർ സ്കോറാണ്. ഹയർ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് കൂടണോടെ? ഡിനോമിനേറ്റർ ബീങ് കോൺസ്റ്റന്റ് ആണ്, ഇൻകം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, ശരാശരി ഇൻകത്തിൽ പോവുകയാണെങ്കിൽ ഈ വാല്യൂ ഒരു ഹയർ വാല്യൂ ഫെച്ച് ചെയ്യണമെങ്കിൽ എന്ത് കൂടണം? പ്രൊപ്പോർഷണൽ ടു ന്യൂമറേറ്റർ അല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ കൂടിയാലേ ഹയർ സ്കോർ കിട്ടത്തുള്ളൂ. എക്സാമ്പിൾ നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ 2 സംസ്ഥാനങ്ങളെ എടുത്ത് കമ്പയർ ചെയ്യുകയാണ്, സ്റ്റേറ്റ് എ, സ്റ്റേറ്റ് ബി. അപ്പോൾ സ്റ്റേറ്റ് എയുടെ പെർ ക്യാപിറ്റ ഓൺ ടാക്സ് റവന്യൂ 3 വർഷത്തത് 10,000, 11,000, 12,000 ആണ്. ആവറേജ് 11,000 വന്നു. പെർ ക്യാപിറ്റ GSDP ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 1.5 ലക്ഷം, 1.6 ലക്ഷം, 1.7 ലക്ഷം. അപ്പോൾ ആവറേജ് 1.6 ലക്ഷം അല്ലേ, 1,60,000 വന്നു. ടാക്സ് എഫേർട്ട് എന്ന് പറഞ്ഞ സ്കോർ എത്ര വരും? 6.88 വന്നു. ഈ കേസിൽ സ്റ്റേറ്റ് എയുടെ കേസിൽ 6.88 ആണ്. ഇനി മറ്റൊരു സ്റ്റേറ്റ് ബി, ഇതാ നോക്കൂ, ഇൻകം 9, 9,500, 10,000, ആവറേജ് വരുമ്പോൾ 9,500 ആണ്. പെർ ക്യാപിറ്റ ടാക്സ് റവന്യൂ, പെർ ക്യാപിറ്റ ഇൻകം 1 ലക്ഷം, 1,10,000, 1,20,000, ആവറേജ് വന്നപ്പോൾ 1,10,000 വന്നു അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എയേക്കാളും പെർ ക്യാപിറ്റ ഇൻകം എവിടെ കുറവാണ്? സ്റ്റേറ്റ് ബിക്ക് കുറവാണ്. പക്ഷേ മറ്റവർ കളക്ട് ചെയ്തതിനേക്കാളും ടാക്സ് ഇൻ ടേംസ് ഓഫ് റേഷ്യോ ഇവർ 1,60,000 GDP അല്ലെങ്കിൽ സ്റ്റേറ്റ് GDP വെച്ചിട്ട് അവർക്ക് 11,000 മാത്രമേ അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ 1,10,000 തന്നെ അവരെത്ര കളക്ട് ചെയ്യുന്നുണ്ട്? 9,500 ടാക്സ്. അത് മാക്സ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ കിട്ടിയതിനേക്കാളും ഒരു ഹയർ സ്കോർ എവിടെ കിട്ടും? സ്റ്റേറ്റ് ബിയുടെ കേസിൽ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? 8.64% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈവൻ ദോ സ്റ്റേറ്റ് എ ആണ് ഇവിടെ റിച്ച് സ്റ്റേറ്റ്, ആളോഹരി വരുമാനവും കൂടുതലാണ്, ആളോഹരി നികുതി പിരിവും കൂടുതലാണ്. പക്ഷേ അബ്സല്യൂട്ട് ടേംസിൽ അവർ എന്താണ്? റിച്ച് ആണ് ഇൻ ദ സെൻസ് ദാറ്റ് കൂടുതൽ ടാക്സ് അബ്സല്യൂട്ട് ടേംസിൽ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, സ്റ്റേറ്റ് എ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്റ്റേറ്റ് ബി ആണ് ഇവിടെ കൂടുതൽ സ്കോർ ചെയ്തത്. ഹയർ സ്കോർ നേടിയത് ആരാണ്? സ്റ്റേറ്റ് ബി ആണ്. ഓക്കെ, ഓൺ ദിസ് ക്രൈറ്റീരിയൻ ബിക്കോസ് ഇറ്റ് കളക്ട്സ് വാട്ട്? വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് കളക്ട്സ് മോർ ടാക്സ് പെർ റുപ്പി. 1 രൂപയിൽ നിന്ന് കൂടുതൽ ടാക്സ് കണ്ടെത്തുന്നത്. ഇപ്പോൾ 1 രൂപയാണ് ഡിനോമിനേറ്ററിലെങ്കിൽ, വരുമാനം 1 രൂപയാണെങ്കിൽ എത്ര പൈസ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നു? എ ആണോ ബി ആണോ കൂടുതൽ പൈസ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തത്? 1 രൂപയിൽ നിന്നും 8.64% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയുടെ 8.64%. ഇവിടെ 1 രൂപയുടെ 7%. 1 രൂപയുടെ 7% ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണോ? 1 രൂപയുടെ 8.5% ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണോ? ബെറ്റർ ഫിസ്ക്കൽ മാനേജ്മെന്റ് കാണിക്കുന്ന കാഴ്ചവെക്കുന്ന സ്റ്റേറ്റ് ബി ആണ്. അപ്പോൾ വരുമാനം കുറവാണോ കൂടുതലാണോ എന്നുള്ളതാണോ? അല്ല, ഇവിടെ കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്ന സ്റ്റേറ്റിനാണ് ഇവിടെ ബെനിഫിറ്റ് കൊടുക്കുന്നത്. ഉള്ള വരുമാനത്തിൽ നിന്നും മികച്ച രീതിയിൽ ഗവേണൻസ് കാഴ്ചവെക്കുന്ന സ്റ്റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത്. സോ അതിൽ നിന്നൂടെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ ഈ ഒരു സെഷനും കൂടെ ഇത് നിങ്ങൾക്ക്
UPSC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും UPSC ആസ്പിറൻസിനും ഈ ഐഡിയാസ് എടുക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ഒരു ഡൗട്ട് പോലും ബാക്കി വെക്കാതെ നിങ്ങൾ ഈ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോട്ട് എഴുതി റിവൈസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റിനോട് സോൾവ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Under the 15th Finance Commission, tax and fiscal efforts is measured as the ratio of average per capita on tax revenue to average per capita GSDP for 3 വർഷം and the higher ratio earns higher score. ശരിയാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി a state with a higher per capita GSDP automatically gets a higher score on this criteria regardless of the tax collection. ഹൈ പെർ ക്യാപിറ്റ GSDP ഉള്ള സംസ്ഥാനത്തിന് ഓട്ടോമാറ്റിക്കലി ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടോ ഈ ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സിൽ? ഇല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലേ ഉള്ളൂ? ഈ പറയുന്ന ഇറസ്പെക്റ്റീവ് ഓഫ് ദ പെർ ക്യാപിറ്റ GSDP ആ ബേസ് വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്തേ കിട്ടത്തുള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇവിടെ ആൻസർ ഏത് വരും? ഇവിടെ ആൻസർ ഓപ്ഷൻ A 1 ഒള്ളിയേ വരത്തുള്ളൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ A 1 ഒള്ളി. സോ താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.